Hey guys, good morning. ഞാനിപ്പോൾ നിസാമുദ്ദീനാണുള്ളത്. മിഥുന് നാട്ടിലേക്ക് പോയി അവനൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ വന്നതാണ് റെയിൽവേ സ്റ്റേഷനിൽ. ഇവിടുന്ന് മെട്രോ എടുത്തിട്ട് എനിക്ക് റൂമിലേക്ക് പോകണം. ഇവിടെ 6 മണിക്ക് മെട്രോ സ്റ്റാർട്ട് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ മെട്രോ ഇതാ കാലിയായിട്ട് എടുക്കും. എനിക്ക് ഇവിടുന്ന് മയൂർ വിഹാർ എക്സ്റ്റൻഷനിലേക്കാണ് പോകേണ്ടത്. ബ്ലൂ ലൈനിലേക്ക് മാറണം. ഇങ്ങനെ കാൽപ്പാടുള്ളതുകൊണ്ട് തന്നെ സിമ്പിൾ ആണ്, വേഗം മനസ്സിലാവും. ഹേ ഗൈസ്, ഞാനിപ്പോൾ സെൻട്രൽ സെക്രട്ടേറിയറ്റിന്റെ അടുത്താണുള്ളത്. ഇവിടുന്ന് ഞാൻ ഇന്ത്യ ഗേറ്റിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പാട്ടോ, ഡൽഹിയിൽ മൊത്തം ഫോഗിയാണ്. ഇപ്പൊ സമയത്രയെന്നറിയോ, 2:30 ഈ ഒരു ഭാഗത്ത് ഒരുപാട് കുരങ്ങന്മാരെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോണും ക്യാമറയൊക്കെ നല്ലപോലെ സൂക്ഷിക്കണം, എല്ലാം 8ന്റെ പണി കിട്ടും. വാവ്, ഇവിടെ കാണാൻ എന്ത് രസമല്ലേ. ചെറിയൊരു ഫൗണ്ടെയിൻ ഉണ്ട്. ചേട്ടൻ അവിടെ ക്ലീൻ ആക്കുകയാണെന്ന് തോന്നുന്നു. അടിപൊളി. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. നല്ല തണുപ്പാണ്. ദൂരെയുള്ളതൊന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇന്ത്യ ഗേറ്റിന്റെ മുന്നിലാണുള്ളത്. ഇവിടെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. 30 രൂപയുള്ളതും പറഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോസ് എടുക്കാൻ നിൽക്കുന്ന സോഫ്റ്റ് കോപ്പി ആയിട്ട് തരും. നമ്മൾ നടന്നു വരുമ്പോൾ തന്നെ സാമ്പിളായിട്ട് ഫോട്ടോ എടുത്തിട്ട് നമ്മളെ എന്താ പറയുക അട്രാക്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു ബിസിനസ് ഡീലാണത്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. അതാണ് ഇന്ത്യ ഗേറ്റ്. എന്തായാലും അങ്ങോട്ട് പോകാം. ഇവിടുന്ന് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഈ ഒരു ഏരിയയുടെ മൊത്തം മാപ്പാണിത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാണെങ്കിൽ ജസ്റ്റ് പോസ് ചെയ്തോ. ഇവിടുന്ന് ഇന്ത്യ ഗേറ്റിലേക്ക് പോകാൻ നമുക്ക് ചെറിയൊരു അണ്ടർ പാസ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് ഞാൻ പോവാണ്. നമ്മളിപ്പോൾ ഇന്ത്യ ഗേറ്റിന്റെ മുന്നിലാണ് ഉള്ളത്. വാർ മെമ്മോറിയൽ. വാവ്, നോക്കി എന്ത് രസമാണ് കാണാൻ. ഇതിന്റെ പില്ലറിൽ നോക്കിയാൽ ഓരോരുത്തരുടെ പേരൊക്കെ കാണാം. ഇവിടെ ഒരു ആർമി ഉദ്യോഗസ്ഥനുണ്ട്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ യുദ്ധ സ്മാരകങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഗേറ്റ്. ഇതിന്റെ നേരെ ഇപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ ഇന്ത്യ ഗേറ്റിനെ നോക്കി സല്യൂട്ട് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു സ്റ്റാച്യു ഉണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ വേറെ തന്നെ ഒരു ഫീലാണ്. ഇവിടെയൊക്കെ ഫാമിലി ആയിട്ട് വന്നാൽ നല്ല പോലെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. നല്ല പീസ്ഫുള്ളാണ്. എനിക്ക് നല്ലപോലെ വിശക്കുന്നു. ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. എന്തായാലും ഇന്ന് കഴിക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും കട നോക്കി പോവാണ്. ഇവിടുന്ന് പപ്പട് വാങ്ങി. ഇവിടെ എന്താ പറയുക, ഒരുപാട് സ്ഥലത്ത് ഇത് വിൽക്കുന്നുണ്ട്. ഇത് കഴിച്ചു നോക്കിയിട്ടില്ല. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഞാനിപ്പോൾ രാഷ്ട്രപതി ഭവനിലേക്ക് പോവാണ്. ഈ റോഡൊക്കെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഹാപ്പി ന്യൂ ഇയർ 2024. നമ്മളിപ്പോ രാഷ്ട്രപതി ഭവന്റെ മുന്നിലാണ് ഉള്ളത്. പക്ഷെ നമുക്കിപ്പോ അങ്ങോട്ട് പോവാൻ അലോഡല്ല. ഇവിടുന്ന് ജസ്റ്റ് കണ്ടിട്ട് പോവാന്നല്ലാതെ ഇപ്പൊ അങ്ങോട്ടൊന്നും പോവാൻ അലോഡില്ല. ഇവിടെ നല്ല രീതിയിൽ ഫോഗിയാണ്. നമുക്ക് ഇവിടുന്ന് അധിക ദൂരമൊന്നും അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഇപ്പൊ പെർമിഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു പോവാണ്. നല്ല തണുപ്പാട്ടോ. ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ വരുന്നതാണെങ്കിൽ ഉദ്യോഗഭവൻ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. രാഷ്ട്രപതി ഭവനിലേക്ക് പോവുകയാണെങ്കിൽ ഉദ്യോഗഭവൻ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി. ഇവിടുന്ന് വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ മെട്രോ സ്റ്റേഷനിൽ തന്നെയുള്ളത് മന്തി ഹൗസിൽ. അവിടുന്ന് പനീർ മൊമ ഹാഫ് കഴിക്കാണ്. 30 രൂപയുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. മെട്രോ എടുത്ത് റൂമിലേക്ക് പോകണം. അവിടെ കുറച്ച് പണിയുണ്ട്. വാട്ട് ഈസ് യുവർ നെയിം? അയാൻഷ് ഫ്രം ഡൽഹി. അയാൻഷ്, നമ്മളിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. Where is the chicken? yes the chicken. किधर है चिकन? किधर है चिकन? तो हमें लाना पड़ेगा. इधर है. ये रहा चिकन. ये देखो, ये चिकन है. चिकन ये केरला स्टाइल. केरला स्टाइल चिकन കറി. കേരള സ്റ്റൈൽ ചിക്കൻ കറിയും ചോറും അത് വെക്കേണ്ടിയിട്ടാണ് ഇന്ന് നേരത്തെ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ ചിക്കൻ കറിയൊക്കെ വെച്ചു. സാധനം അടിപൊളിയായിരുന്നു. ഞാൻ വെച്ചോണ്ട് പറയല്ല. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എന്നറിയാം. ഹൗസ് ഇറ്റ്? ഹൗസ് ദ ചിക്കൻ? ഓ സൂപ്പർ. സ്പൈസി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആണ്. ബൈ ബൈ.